ഇവരെല്ലാം പഠിച്ച് ഇവരെല്ലാം പുറത്ത് സെറ്റിൽഡായി. ലാസ്റ്റ് ഞാൻ നോക്കുമ്പോഴേ ഇതെല്ലാം തിരിച്ച് സിനിമയിലോട്ട് വരും. മമ്മി വിളിച്ച് പറയുമ്പോഴും എന്റെ മോൾ ഹോളിവുഡ് ഫിലിം ചെയ്തിരിക്കും. ഞാനും എന്റെ സുഹൃത്തുക്കളോട് ഇരുന്ന് കണ്ടപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പണി അറിയാം, പണി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊന്നുള്ളൂ. ഈ ഫിലിം അത്രയും പവർഫുൾ ആകാൻ കാര്യവും ആൾക്കാരുടെ ഫീഡ്ബാക്ക് അവരുടെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നോട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇറ്റലിയിലെ ബെസ്റ്റ് ഡയറക്ഷനിൽ ഫൈനലിസ്റ്റ് ആയിട്ട് വരികയും ചെയ്തു. വിഷ്വൽസ് മമ്മി കണ്ടപ്പോഴാണ് മമ്മിക്ക് മനസ്സിലാകുന്നതും മമ്മിക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട്. പപ്പയും മമ്മിയും കരഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ വെറുതെ റോ ഫുട്ടേജ് കാണിച്ചപ്പോൾ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ജോഷി സാർ പറഞ്ഞെങ്കിൽ ഇവളൊരു സംഭവമാണ്. പപ്പ കെയിം ആൻഡ് ടോൾഡ് മീ ലൈക്ക്, ഓ നിന്റെ ഫിലിം ഞാൻ തിയേറ്ററിൽ കാണാൻ പോവാ. പെട്ടെന്നൊരു എഴുത്തെഴുതി വെച്ചിട്ട് അവര് വിട്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്തി കഴിയുമ്പോൾ നമുക്കൊരു ഇനി എന്തായിരിക്കും ശരിക്കും അതാരാ ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ എനിക്കും കിടക്കുന്നുണ്ട്. അത് ഇന്റൻഷനല്ല സുമേഷ്. ചേച്ചി കുറെ വെറുതെ എടുപ്പാൻ അങ്ങനെ ഒരിക്കലും ആ ഒരു ദീപ്തി ഇല്ല. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനൊരു ദീപ്തി ഇല്ല. ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് ആർട്സ് ആൻഡ് ക്രിയേറ്റീവ് പെർസ്യൂട്ട്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ശ്രീനിവാസൻ സാർ പറയും എല്ലാരും ചോദിക്കുന്നു നിന്റെ അടുത്ത പടത്തിൽ ഞാനല്ലേ നിന്റെ അടുത്ത പടത്തിൽ ഏറ്റവും പ്രധാന. അതിപ്പോ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. വെൽക്കം പൊന്നമ്മ ബാബു ആൻഡ് ദീപ്തി നിർമ്മല ജെയിംസ്. സ്വാഗതം. നമസ്കാരം. അമ്മയ്ക്ക് മോൾക്ക് സ്വാഗതം. ദീപ്തിയുടെ ഒഫീഷ്യലി ഫസ്റ്റ് ഇന്റർവ്യൂ ആണല്ലേ? അതെ. ഈ നമ്മളിപ്പോൾ ഇരിക്കുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സമയത്താണ്. എനിക്ക് സാധാരണ ഒരു ആക്ട്രസിന്റെ അല്ലെങ്കിൽ ആക്ടറുടെ മക്കൾ, നെക്സ്റ്റ് ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ അവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഒരു 99% നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ദീപ്തി ശരിക്കും എഴുത്ത്, സംവിധാനം, ടെക്നിക്കൽ സൈഡിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ വേൾപൂൾ റിലീസാവുകയാണ്. എങ്ങനെയാണ് ഈ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തിയത്? ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് ആർട്സ് ആൻഡ് ക്രിയേറ്റീവ് പെർസ്യൂട്ട്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പ്രായത്തിലൊന്നും ഒരു ബിലീവബിലിറ്റി ഇല്ലായിരുന്നു, നമുക്കിത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു. അപ്പം സിനിമ നമ്മുടെ മനസ്സിൽ ആഗ്രഹം, എല്ലാ മലയാളികൾക്കും ഉള്ള പോലെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ പുറത്ത് ജോലിക്കായിട്ടൊക്കെ പോയി ഫാമിലിയായി സെറ്റിൽഡായി എല്ലാം കഴിഞ്ഞപ്പം എനിക്കും ടെക്നിക്കൽ സൈഡിനോട് ഒരു പേടിയുണ്ടായിരുന്നു ആദ്യം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പഠിച്ചു, കോഴ്സസ് പഠിച്ചു. അപ്പം കാരണം നമുക്ക് ഒരു ഫിലിം നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പം ടെക്നിക്കൽ ക്രൂവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ എഡിറ്റിങ്ങിലായാലും ലൈറ്റിങ്ങിലാണെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചപ്പം ആ ഒരു പേടി അങ്ങ് മാറി. പിന്നെ എഴുതുമായിരുന്നു, കുഞ്ഞിലോട്ട് എഴുതുമായിരുന്നു. എൻ്റെ പപ്പ എഴുതും. അങ്ങനെ ഒരു സപ്പോർട്ടും ഒരു വാസനയൊക്കെ ദൈവം തന്നതായിരിക്കാം. അപ്പം അങ്ങനെ ഫിലിം സ്റ്റഡീസ് പഠിച്ചപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് എനിക്ക് പിന്നെ വിഷൻ ആയിട്ട് എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പം നമ്മളൊരു സ്റ്റോറീനെ വിഷ്വലി നമ്മൾ വിഷൻ ചെയ്യുന്ന ഒരു എബിലിറ്റി ആണല്ലോ കൂടുതലായിട്ടും. പിന്നെ ഹോൾ പ്രോജക്റ്റ് മാനേജ് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം എൻ്റെ ജോലിയിലെല്ലാം ഞാൻ നഴ്സിങ്ങിന് ശേഷം ഞാൻ ലീഡർഷിപ്പ് ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്തപ്പം അങ്ങനത്തെ കുറേ സ്കിൽസൊക്കെ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് ഏൺ ചെയ്യാൻ സാധിച്ചപ്പം ഒരു റൈറ്റ് ടൈം വന്നപ്പം കോഴ്സ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാലോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ചെയ്തത്. അതെ. ചേച്ചി മോള് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു, കാരണം എനിക്കൊരു പിങ്കി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ ഓസ്ട്രേലിയ സെറ്റിൽഡാണ്. അപ്പം ദീപ്തി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോൾ എന്തിനാ വെറുതെ തലവേദനയൊക്കെ ചെയ്യുന്നത്, നമുക്ക് അഭിനയിച്ചാൽ പോലെ, സിമ്പിൾ അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ശരി, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി നാളെ ഞാനൊരു ഷോർട്ട് മൂവി എടുക്കുക. ആയിക്കോട്ടെ, ചെയ്തോ, അവിടെ ആഗ്രഹമില്ല, ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അത്രയും ഇവിടെ വന്നതിന് ശേഷം കണ്ടതിന് ശേഷമാണ് ഇല്ല ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിൽ എനിക്ക് സങ്കടവും വന്ന് കണ്ടപ്പോൾ. തീർച്ചയായും മമ്മി പിന്നെ പറഞ്ഞെന്ന് വെച്ചാൽ ഇവളൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിന് ജെയിംസ് ഇത്രയും ബഹളം കാണിക്കുന്നത് എന്ത് കാര്യത്തിനാന്നൊക്കെ ഉള്ള ഒരു എന്തിനാ ഇവർ ഇന്ത്യയിലോട്ട് വരുന്നേ, പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ഞങ്ങൾ ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ഞാൻ അവർക്കൊരു ഷോർട്ട് മൂവി എടുത്താൽ അവർക്ക് അത് അവിടെ ചെയ്താൽ പോരെ, എന്തിനാ ഇവളിപ്പോൾ ഇന്ത്യയിലോട്ട് വന്നിത് ചെയ്യാൻ വേണ്ടി വരുന്നത്? ഇത് ഞാൻ ആലോചിക്കുന്ന അതാ. പിന്നെ ഞാൻ വരട്ടെ, കാണാമല്ലോ. ആ പേര് പറഞ്ഞു വിഷ്വൽസ് മമ്മി കണ്ടപ്പോഴാണ് മമ്മിക്ക് മനസ്സിലാകുന്നതും മമ്മിക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട്. പപ്പയും മമ്മിയും കരഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ വെറുതെ റോ ഫുട്ടേജ് കാണിച്ചപ്പോൾ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അവൈലബിൾ ആയി തുടങ്ങുന്നു, കാണുക. വളരെ ശരിക്കും ഞാൻ വെറുതെ ഒന്ന് ഇപ്പം ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത് എന്നാ രണ്ട് പൊക്കി പറഞ്ഞേക്കാം എന്ന് പറയല്ല, മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത ഒരു ഷോർട്ട് മൂവിയാണ് കേട്ടോ. കാരണം നമ്മൾ പല ടെക്നിക്കൽ സൈഡിലുള്ള ഇപ്പം അഭിനയിച്ചേക്കുന്ന നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഷോർട്ട് മൂവീസ് ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനും ഇപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇത് കണ്ടിട്ട് ജോഷി സാറോ ഒക്കെ ആരൊക്കെയോ ഷെയ്ഖാൻ്റെ ഇടയിലൊക്കെ ചെയ്ത ചേച്ചി ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഓക്കെ. അപ്പം എൻ്റെ മനസ്സിൽ എന്താ പിന്നെ ചേച്ചിയുടെ മകള് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതങ്ങനെ ചെയ്യുള്ളൂ. അപ്പം ഞാനും അങ്ങനെ ഒരു ഇതിലാണ് ഇത് കാണുന്ന ഇരുന്നത്. കാരണം ഒരുപാട് ഷോർട്ട് മൂവീസ് നമ്മൾ കാണുന്നതല്ല, പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് ഇരുന്ന് കണ്ടത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പണി അറിയാം, പണി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തെന്നുള്ളത്. ഈ ഒരു ഹോളിവുഡ് സിനിമയുടെ ഒക്കെ ഒരു കളർ പാറ്റേൺ പോലെയാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് ഷൂട്ട് ചെയ്തത്. ഓഫ് കോഴ്സ് അവിടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ടോൺ ആ ഒരു പാലറ്റൊക്കെ ഡിസൈഡ് ചെയ്തത് ദീപ്തി തന്നെ ആയിരുന്നു. അതെ, ഒത്തിരി സന്തോഷം സുമേഷ്, നല്ല വാക്കുകൾക്ക്. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഒരു സ്റ്റാൻഡേർഡും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് സമയം എടുത്ത് ഒരു 4 years സ്റ്റഡിയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിതിൽ സീരിയസ് ആയിട്ടൊരു അപ്രോച്ചിൽ തന്നെ ഒരു ഫിലിം എടുക്കുന്ന പോലെ ഒരു കുഞ്ഞു ഷോർട്ട് ഫിലിം എടുക്കാം എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിനൊരു വിഷ്വൽ ടോൺ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് 2 പാലറ്റ്സ് നമ്മൾ ഡിസൈഡ് ചെയ്തായിരുന്നു. ഞാൻ വാം പാലറ്റായിട്ടും കൂൾ പാലറ്റായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും കോസ്റ്റ്യൂമും ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ നമ്മൾ തന്നെ ആയതുകൊണ്ട് അപ്പം അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഗ്യാഫർ അവിടെ DOP നമുക്കിവിടെ ഉണ്ട്. ഇപ്പം അന്ന് ഒത്തിരിയും ആ ഒരു റോൾ എത്രമാത്രം പ്രോമിനൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രീസിലെന്ന് എനിക്കറിയില്ല. അവിടെ നമുക്ക് ഒരു ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അവരുടെ ടീം ഒരു ഗ്യാഫർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് റോളുണ്ടല്ലോ, അവരാണ് അവർക്ക് നമ്മൾ ലൈറ്റിംഗ് പ്ലാൻ ഷെയർ ചെയ്യും. അപ്പം ഞാൻ ആ ലൈറ്റിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്നാ മൂഡാണ് ഫീലാണ് വേണ്ടതെന്നുള്ളത് അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പിന്നെ അവർ ഓൺ ദ സെറ്റിൽ കൊളാബറേറ്റീവ് ഡിസ്കഷൻസിൽ നമ്മൾ പറയുന്ന മൂഡിലോട്ട് അവരത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് അതിൻ്റെ പുറകിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ജോഷി സാറിനെയൊക്കെ കണ്ടപ്പം ജോഷി സാറൊക്കെ അതൊരു ഹോളിവുഡ് സ്റ്റാൻഡേർഡുള്ള ഫിലിമാന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ സിബി സാറ്, ഒത്തിരി പേര് നമ്മളിപ്പം എന്നാ പറയുന്നത് ഉഷ ഉതുപ്പ് ദീദി കണ്ടിട്ടുണ്ടായിരുന്നു, ദീദിക്ക് ഇഷ്ടപ്പെട്ടു. അനുരാഗ് കശ്യപ് സാറ് ഭയങ്കര നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അവിടെ ഓസ്ട്രേലിയയിലുള്ള ഹോളിവുഡ് പ്രൊഡ്യൂസറാണ് ഡ്രസ് മേക്കർ എന്ന് പറഞ്ഞ ഫിലിം ചെയ്ത സൂ മാസ്ലെ. അപ്പോൾ പുള്ളിക്കാരിയും പറഞ്ഞത് ഫിലിം കണ്ടിട്ട് ദ ഫിലിം ഷോസ് എ ഹൈ ലെവൽ ഓഫ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഡ്രാമ എന്നായിരുന്നു. അതുകൂടെ സാഷ ഹേഡൻ എന്ന് പറഞ്ഞ വേറൊരു ഡയറക്ടറോട് പുള്ളിക്കാരി നല്ല വാക്കുകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ ആദ്യമേ എടുത്തതൊരു വെരി ഹംബിൾ ഫിലിം എന്നുള്ള എടുത്ത് നോക്കാം, ലൈക്ക് ബിഫോർ യു ഗോ ഇൻ ടു എ ഫീച്ചർ ലെറ്റ്സ് ട്രൈ ടു ഡു എ ഷോർട്ട് ഫിലിം എന്നുള്ളതായിരുന്നു ആദ്യം. അതിന് ഇത്രയും മാത്രം ഒരു സപ്പോർട്ടും നല്ല വാക്കുകളും ഒക്കെ ഒത്തിരി പേരുടെ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളിവിടെ ഒരു പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഫിലിം ഇവിടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നപ്പം. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യമാണ്, ലിജു പ്രഭാകറാണ് നമ്മുടെ 3 times സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് കളർ ചെയ്തത്. ഇവിടെയാണ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്തത്. അപ്പോൾ ലിജു ഞാനും കൂടെ അതിൻ്റെ പാലറ്റ്സ് ഡിസ്കസ് ചെയ്ത് ആ ഒരു ടോണിലോട്ട് ലിജുവിൻ്റെ ആ ഒരു എക്സ്പെർട്ടീസും കൂടെ വന്നപ്പോഴാണ് നമ്മുടെ വിഷനിലോട്ടുള്ളൊരു 100% ആയിട്ടൊരു അച്ചീവ്മെൻറ്റ് വന്നത്. അപ്പോൾ ആ സമയത്ത് ലിജുവും മറ്റുള്ളവരൊക്കെയാണ് ഒരു പ്രിവ്യൂ വെക്കുക എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമ്മളോട് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു പ്രിവ്യൂ വെക്കുന്നു, നമ്മുടെ സിബി സാറ് വരുന്നു പ്രിവ്യൂവിന്. സിബി സാറ് ഒത്തിരി നല്ല വാക്കുകൾ, പ്രതീക്ഷകൾക്കപ്പുറമാണ്, ഹോളിവുഡ് ഫിലിം പോലെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ പത്മകുമാർ സാറുണ്ടായിരുന്നു, സലാം ബാപ്പു, അഭിലാഷ് പിള്ള, അനീഷ് അൻവർ, അങ്ങനെ ഒത്തിരി പേര് അന്ന് വന്ന് കുറേ നമുക്ക് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കണ്ടിട്ട് ഓണസ്റ്റ് ഫീഡ്ബാക്കിനാണ് നമ്മൾ കാണിച്ചത്. വളരെ ചെറിയൊരു ഗ്രൂപ്പിനെയാണ് കാണിച്ചത്. അത് ഇത്തിരി ഒരു 1-2 വർഷമായി. ഇപ്പം നമ്മളിത് ഒരു വർഷം മുന്നേ നമ്മളത് ചെയ്തത്. അപ്പോൾ അവരുടെയൊക്കെ നല്ല വാക്കുകളും സപ്പോർട്ടും കിട്ടിയപ്പം നമുക്കൊരു ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിട്ട് അത് മാറി. അപ്പോൾ നമ്മൾ ഈ ചെയ്ത എഫേർട്ടിനെല്ലാം ഇതുപോലെ നിങ്ങളെപ്പോലുള്ളവരും മറ്റുള്ളവരൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഓക്കെ ഇനി നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, നമ്മളൊരു ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിൽ എത്തിയോ എന്നൊക്കെ അറിയാൻ സാധിച്ചത്. ഒത്തിരി സന്തോഷം. അല്ല, ഇതിൻ്റെ ഒരു കാര്യം അറിഞ്ഞ് നമ്മൾ കൊൽക്കത്ത ഫിലിം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് പോയപ്പം അവിടെ ഈ മൂവി ഭയങ്കരമായിട്ട് അവിടെ ശ്രദ്ധ പിടിച്ച് പറ്റിയായിരുന്നു. അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ അവിടുത്തെ തിയേറ്റർ വലിയ തിയേറ്ററാണ്, ഫുൾ ആളായിരുന്നു അവിടെ. ഈ നമ്മുടെ ഷോർട്ട് മൂവിക്ക് അതൊരു 2 പ്രാവശ്യം അവിടെ
ഷോ ഉണ്ടായിരുന്നു. ഒരു 2 സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേർഡ് സ്പ്രെഡായിട്ട് അവിടുത്തെ കൾച്ചറൽ സൊസൈറ്റി ഗ്രൂപ്പ്, ഈ ഫിലിം ഫെസ്റ്റിവൽ ഓർഗനൈസേഴ്സ്, മീഡിയ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് പ്രസ് കോൺഫറൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പ്രസ് കോൺഫറൻസ് ചെയ്തു അവിടെ. ഐ തിങ്ക് കൊൽക്കത്ത അവർ ആർട്ടിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പക്ഷെ അവരുടെ ഒരു വാംത്തും ഇതും ഭയങ്കരമായിരുന്നു. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം ഒരു ഫിലിം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ റൗട്ടൊന്നും ചിന്തിച്ച് ചെയ്തൊരു കാര്യമില്ല. ആഗ്രഹമുള്ളിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ ഉണ്ട്. അന്നേരം നമുക്ക് കൊൽക്കത്തയിൽ ഒഫീഷ്യൽ സെലക്ഷനും കിട്ടിയായിരുന്നു. അതുകൂടാതെ നമുക്ക് നോട്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇറ്റലിയിലെ ബെസ്റ്റ് ഡിറക്ഷനിൽ ഫൈനലിസ്റ്റ് ആയിട്ട് വരികയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ആസ് എ ബിഗിനർ ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ പണ്ട് പറയും, ഇപ്പം ചില നടീനടന്മാരുടെ ഒരു ഷോട്ട് അവിടെ വെച്ചിട്ട് അവരുടെ ഒരു നോട്ടം കണ്ടാലേ അവരുടെ ഉള്ളിൽ ടാലന്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഇതിന്റെ ഒരു 2 ഷോട്ട് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, പണി അറിയാം. നമുക്കിനി ധൈര്യമായിട്ട് ഫീച്ചർ ഫിലിമിലേക്കൊക്കെ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഏത് ആർട്ടിസ്റ്റിനും മനസ്സിലാവില്ല കണ്ടു കഴിഞ്ഞാൽ. ഈ ഇപ്പം അവിടെ പോയിട്ട് ഫിലിം മേക്കിംഗ് പഠിച്ചെന്ന് പറഞ്ഞില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒന്നും അറിയാതെ നമ്മൾ ആളുകൾ ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഉള്ളിലെ ടാലന്റ് മാത്രം വെച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങനെ ആയിരുന്നു ദീപ്തി ഒരു പക്ഷേ ഇത് എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ കളർ പാലറ്റ് ഡിസ്കഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂഡ് സെറ്റിംഗ് ലൈറ്റോ ഇതൊക്കെ ഇങ്ങനെ തന്നെ വരും തോന്നിയിട്ടുണ്ടായിരുന്നു? അതെയോ? സുമേഷ്, എൻ്റെ പേഴ്സണാലിറ്റി വെച്ച് ഞാനിങ്ങനെ എനിക്ക് പ്രിപ്പയർ ചെയ്യണം, എനിക്ക് എൻ്റെ വർക്ക് ഇടണം. അത് ഞാൻ എന്ത് കാര്യം ചെയ്താലും അങ്ങനെയാണ്. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അതിനെക്കുറിച്ച് എൻ്റെ രീതിയിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ച് ഞാൻ പറഞ്ഞ ഐ ടേക്ക് തിങ്സ് വെരി സീരിയസ്ലി വെൻ ഇറ്റ് ഈസ് റിയലി പാഷനേറ്റ്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരിക്കലും ആ ഒരു ദീപ്തി ഇല്ല. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഒരു ദീപ്തി ഇല്ല. സോ അതുകൊണ്ടാണ് ഞാനത് പഠിക്കാൻ പോയതും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിലോട്ട് ഇറങ്ങുമ്പം ലൈക്ക് അവിടെയാകുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി, നമുക്ക് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്, നമ്മൾ കുറേ വർഷം വർക്ക് ചെയ്തു, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നൗ യു ആർ ഇൻ എ ഫേസ് വേ യു ക്യാൻ ചൂസ് വാട്ട് യു വാണ്ട് ടു ഡു. അപ്പോൾ അതിന് നമ്മുടെ സിസ്റ്റം സപ്പോർട്ട് ചെയ്തപ്പം വൈ ഷുഡൻറ്റ് ഐ ഡു ഇറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പം പോയി പഠിച്ചു, എക്സ്പ്ലോർ ചെയ്തു. ഞാൻ ലാസ്റ്റ് ഇയർ ഒരു ആക്ടിങ് കോഴ്സ് വരെ ചെയ്തിട്ടിരിക്കുക. അതിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ, ലൈക്ക് ഞാനത് എങ്ങനെ ഹൗ ഡു ഐ കമ്മ്യൂണിക്കേറ്റ് ടു ദ ആക്ടേഴ്സ്. കാരണം ഞാൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ എൻ്റെ ആക്ടേഴ്സ് എല്ലാം പ്രൊഫഷണൽ ആക്ടേഴ്സ് ആയിരുന്നു. അപ്പം നമ്മളൊരു കാസ്റ്റിംഗ് ഡയറക്ടറിനെയൊക്കെ വെച്ചിട്ടാണ് അവരെ നമ്മളിതിലോട്ട് ചൂസ് ചെയ്തത്. അപ്പം വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് എവറി ആക്ടേഴ്സ് പ്രോസസ് വർ ഡിഫറെൻറ്റ്. ചിലരുടെ ഓരോരുത്തരുടെ പ്രോസസ്സും വളരെ ഡിഫറെൻ്റ് ആയിരുന്നല്ലോ. ആൻഡ് ഐ എൻജോയ്ഡ് സ്പെൻഡിങ് ടൈം വിത്ത് ദം. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആക്ടേഴ്സിനോട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും ടു ഹെൽപ്പ് ദം ടു ഗെറ്റ് ടു ദ ഇമോഷണൽ ബീറ്റ് വേ യു നീഡ് ദം ടു ബി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഒരു സിസ്റ്റത്തിൽ കൂടെ വന്നിരിക്കുന്നവരാണ്, ഇവർക്കൊരു പ്രത്യേക ഭാഷയുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത്. സോ അത് അങ്ങനെ ഒരു കാര്യം കൂടെ എനിക്ക് പഠിക്കാം എന്നറിഞ്ഞപ്പം ഐ ടുക്ക് അപ്പ് എ കോഴ്സ് ഓൺ ആക്ടിങ്. അപ്പം ഇറ്റ് വാസ് ഫൺ, ലൈക്ക് ഭയങ്കര അവിടെയല്ലേ നല്ല രസം, ഫ്രീ ആയിട്ട് പോയി ചെയ്തു, നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ ആ ഒരു പ്രോസസ്സും ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ഐ വാണ്ട് ടു ബി എവറി ഡേ ഐ വാണ്ട് ടു ബിക്കം ബെറ്റർ ആസ് എ പേഴ്സൺ. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി എൻ്റെത്. ഐ ട്രൈ, ലൈക്ക് നമ്മൾക്ക് ഒരിക്കലും പെർഫെക്ഷൻ കിട്ടത്തില്ല, ബട്ട് ഐ ട്രൈ. സോ ഇൻ ഷോർട്ട് അങ്ങനെ ഒരു ദീപ്തി ഇല്ല. ഒരു പ്രൗഡ് അമ്മ അല്ല, മമ്മിയുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടെ വന്നപ്പം മമ്മീനെയും പപ്പേനെയും പ്രൗഡ് ആക്കണം, കാരണം അവർക്കൊരു ലെഗസി ഉണ്ട്. എൻ്റെ മമ്മിയും പപ്പയും, പപ്പ ഒരു റൈറ്ററാണ്. 2000 നാടകരചനയ്ക്ക് സംസ്ഥാന അവാർഡ് വാങ്ങിച്ച ആളാണ് എൻ്റെ പപ്പ. പിന്നെ മമ്മി ഇത്രയും വർഷങ്ങളായിട്ട് നാടകത്തിൽ തുടങ്ങി സിനിമയിൽ ചെയ്ത ഒരാളാണ്. പിന്നെ എനിക്ക് എൻ്റേതായിട്ടൊരു പേഴ്സണൽ സ്റ്റാൻഡേർഡും ഉണ്ട്. ഞാൻ ചെയ്യുവാണെങ്കിൽ ഐ വോണ്ട് ടു ഡു ഇറ്റ് ദിസ് വേ. ചുമ്മാ അങ്ങനെ ഓടിപ്പിടിച്ചൊരെണ്ണം ചെയ്തിട്ട് അങ്ങനെയും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പം ഇവരെ കൊണ്ടുവന്ന് കാണിക്കുമ്പം പ്രൗഡ് ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് അത് സാധിച്ചു. ഞാൻ ഉദ്ദേശിച്ചേക്കാൾ മേളിൽ ഇപ്പോൾ സിബി സാറൊക്കെ ഇരുന്ന് പറയുമ്പം, ജോഷി സാറൊക്കെ ഇരുന്ന് പറയുമ്പം എനിക്ക് എന്നെക്കാളും അവരുടെ വാല്യൂ മമ്മിക്ക് അറിയാമല്ലോ. അപ്പം മമ്മിയുടെ സന്തോഷം ഭയങ്കരമായിരുന്നു. അപ്പം മമ്മി നമ്മളെ ഒന്നുകൂടെ കുറച്ചുകൂടെ മതിക്കും. ജോഷി സാറ് പറഞ്ഞെങ്കിൽ ഇവളൊരു സംഭവമാണ്. സാറങ്ങനെ പറയില്ലല്ലോ. സാറിന്റെ എല്ലാ പടത്തിലും ഞാൻ കുട്ടി മേടിച്ച ആളാ. അഭിനയിച്ച സാറ് വെരി ഗുഡ് പൊന്നമ്മ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പലരും പറയും, പൊന്നമ്മക്ക് ഇഷ്ടം പോലെ കൂട്ട് കിട്ടുന്നുണ്ട്. സാറ് പറയുന്ന പോലെ നമ്മൾ അഭിനയിച്ച സാറിന്റെ കൂട്ട് കിട്ടും, തെറ്റിച്ച സാറ് വഴക്കും പറയും. അല്ല, നമ്മൾ ഇങ്ങനെ ഒരു ഫാമിലി ജനിക്കാനും നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ഇൻബിൽറ്റ് ആണ്, നമ്മൾ ചെയ്തിട്ട് വന്ന കാര്യങ്ങളല്ല. ഇപ്പം എനിക്ക് എസ്തെറ്റിക്സ് ജന്മന ഇഷ്ടമാണ്, ആർട്സ് ഇഷ്ടമാണ്. അപ്പോൾ അതിനോടൊരു ഇൻക്ലിനേഷൻ വന്നിട്ട് നമുക്ക് ചിലത് ചെയ്യുമ്പോൾ നന്നായി വരുന്നു, പെട്ടെന്ന് ചിലപ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശരിയാകും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളൊന്നും ചെയ്തിട്ട് ആ ഭാഗം നമുക്ക് വന്നിരിക്കുകയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ, വർക്ക് ഇടുക, ഇമ്പ്രൂവ് ആക്കുക,
അന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ഞാൻ കാണുന്നത്. അപ്പം മമ്മിയും പപ്പയും ആ പ്രിവ്യൂവിൻ്റെ സമയത്താണെങ്കിലും മമ്മി ഇങ്ങനെ വളരെ പ്രൗഡായിട്ട് ഇരിക്കുകയും എൻ്റെ പപ്പയുടെ നെർവസ്നെസ് എനിക്ക് കാണാമായിരുന്നു ഫിലിം തിയേറ്ററിൽ ഇടുമ്പോൾ. ആൻഡ് പപ്പ കെയിം ആൻഡ് ടോൾഡ് മീ ലൈക്ക്, ഓ നിൻ്റെ ഫിലിം ഞാൻ തിയേറ്ററിൽ കാണാൻ പോവാം. പപ്പ അവിടെ ഞങ്ങൾ തിയേറ്ററിൽ കാണിച്ചപ്പോൾ ഹി വാസ് വെരി പ്രൗഡ്. അത് കഴിഞ്ഞ് എനിക്ക് കാണാം ലൈക്ക് ലേറ്റർ, ഞാൻ അപ്പം ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഞാനത് കണ്ടപ്പോഴാണ് എൻ്റെ പപ്പ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഓഡിയൻസിൻ്റെ ഇടയിൽ. ഇതെങ്ങനെയാണ് ആൾക്കാർ റിസീവ് ചെയ്യാൻ പോവോ. പക്ഷേ എനിക്ക് ഐ ഡിഡ് മൈ ബെസ്റ്റ്. സോ അങ്ങനെ വലിയ ഒരു എല്ലാവരും പറയുന്ന ഫീഡ്ബാക്ക് കേൾക്കാവുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. മമ്മി വാസ് വെരി പ്രൗഡ്. മമ്മിക്ക് ടെൻഷനൊന്നുമില്ല, ആസ് യൂഷ്വൽ ഷി വാസ് കൂൾ. അല്ല ഇവരെല്ലാം പഠിച്ച് ഇവരെല്ലാം പുറത്ത് സെറ്റിൽഡായി. ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം തിരിച്ച് സിനിമയിലോട്ട് വരുന്നു. കലയാണല്ലോ. അതെ, മമ്മി നമ്മളെ അങ്ങനെ ആർട്സിലോട്ട് എൻകറേജ് ചെയ്തിട്ടില്ല കുഞ്ഞിലെ. കാരണം ഇത്രേ ഉള്ളൂ, ലൈക്ക് ഷി ബിലീവ്ഡ് ഇൻ അസ് ഹാവിങ് എ ഗുഡ് ലൈഫ്. നമുക്കൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു കരിയർ വേണം, നമുക്ക് ഫിനാൻഷ്യലി, കാരണം ആർട്ട് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിലോട്ട് ഞങ്ങളെ അങ്ങനെ മമ്മി എൻകറേജ് ചെയ്തിട്ടില്ല. കാരണം അത് ഞങ്ങൾക്ക് രണ്ടും പപ്പയും മമ്മി അത് ഞങ്ങൾക്ക് കറക്റ്റ് കോമ്പിനേഷനാണ്. മമ്മി ഞങ്ങളെ സ്റ്റെബിലൈസ് ചെയ്തു, പപ്പ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം മമ്മി നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും സെറ്റിൽഡ് ആൻഡ് യുനോ ഷീസ് ഓക്കെ. മമ്മിയും ഫ്രീയാ, യുനോ ഞങ്ങൾക്ക് നിൽക്കാനും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം മമ്മി ഇതിനെ കണ്ടതിന് ശേഷം മമ്മി വേറൊരാളാന്ന് വെച്ചാൽ മമ്മിയുടെ ഒരു മമ്മി വിളിച്ച് പറയുമ്പോഴും എൻ്റെ മോൾ ഹോളിവുഡ് ഫിലിം ചെയ്തിരിക്കും. മക്കളുടെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ മമ്മിക്ക് ഒരു ചെറിയ സന്തോഷം എനിക്ക് കൊടുക്കാൻ. ഈ ഫിലിം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പോലും പ്രധാനമായും മമ്മിക്കാണ്. എനിക്ക് മറ്റേ ഒരു കോമഡി ആയിട്ട് മറ്റേ ഉദയനാണാരത്തിലൊരു സീനുണ്ട്. മറ്റേ ലാലേട്ടൻ ഇരുന്ന് എഴുതുമ്പം ശ്രീനിവാസൻ സാറ് പറയും എല്ലാരും ചോദിക്കുന്നു നിന്റെ അടുത്ത പടത്തിൽ ഞാനല്ലേ അതുപോലെ എല്ലാരും ചോദിക്കുന്നു നിന്റെ അടുത്ത പടത്തിൽ ഏറ്റവും പ്രധാന. അത് മമ്മിയോട് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടല്ലോ മകളെന്ന നിലയിൽ. അപ്പൊ പക്ഷെ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് ഇത്തിരി സ്റ്റബേണാണ്. ഞാൻ സ്റ്റോറി വെച്ച് വരുമ്പം സ്റ്റോറി വൈസ് ആ ക്യാരക്ടർ ഫിറ്റ് മമ്മി ആണെങ്കിൽ അങ്ങനെയാണ്. അതിനോട് നമുക്കൊരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം ഒരു കഥ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ നമ്മൾ ഇരയുടെ കഥ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറ്റവാളിയുടെ കഥ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം ഇരയുടെ വീട്ടുകാരുടെ കഥയും നമ്മൾ ഒരു പരിധി കണ്ടിട്ടുണ്ട്. ഇപ്പം അല്ല ഇരയുടെ അല്ല ഈ കുറ്റവാളിയുടെ വീട്ടുകാരുടെ കഥ എന്ന് പറയുന്നത് അങ്ങനെ അധികം അങ്ങനെ വന്നിട്ടില്ല. അവരുടെ ലൈഫ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി സർവൈവ് ചെയ്യുന്ന ഒരു അവർ പോകുന്ന ഒരു റൂട്ട് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പം ഈ ഒരു കഥ സെലക്ട് ചെയ്യാൻ അതിന്റെ റീസൺ എന്താണ് ശരിക്കും? ഇതൊരു ഓർഗാനിക് ആയിട്ടൊരു പ്രോസസ്സായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഈ പഠനമെല്ലാം കഴിഞ്ഞപ്പം ഐ ഫെൽ റെഡി വിത്തിൻ മൈ സെൽഫ് ടു ഡു എ ഫിലിം. അപ്പം ഒരു സ്റ്റോറി നമുക്ക് എഴുതി നോക്കാം എന്നുള്ള ഒരു ആലോചന വന്നപ്പം ഞാനിങ്ങനെ എൻ്റെ ബ്രദർ എൻ്റെ ബിഗ്ഗസ്റ്റ് ചിയർ ലീഡറാണ് എൻ്റെ ബ്രദർ. അപ്പോൾ എപ്പോഴും വിളിച്ച് എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കോൺവെർസേഷനിൽ ഞങ്ങൾ ക്രൈം സ്റ്റോറീസിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ അവനെന്തൊക്കെയോ പറയുമോ എൻ്റെ അടുത്ത്. അന്നേരം ഉള്ളിലുണ്ടായ ഒരു സ്പാർക്കായിരുന്നു നമ്മളിപ്പം യുനോ ആ ഒരു ചാപ്റ്റർ നമ്മളൊരു ഇത് ഈ വേൾപൂൾ എന്ന് പറഞ്ഞ സ്റ്റോറിയിലും ആക്ച്വലി കുറ്റവാളി എന്നുള്ള ഒരു ആംഗിളിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് ഹീസ് നോട്ട് കൺവിക്റ്റഡ്, ഇല്ലേ, ആരോപിതനാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരാളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പർ പോകുന്ന ഒരു ഇമോഷണൽ ടെർമോയിലാണ്. അപ്പം ആ ഒരു ചാപ്റ്റർ, ആ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് വേൾപൂൾ. അതുകൊണ്ടാണ് ടൈറ്റിൽ വേൾപൂൾ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മളിങ്ങനെ നോർമലി ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരാൾ ഓൾ ഓഫ് എ സഡൻ ഷീ ഗെറ്റ് സക്ഡ് ഇൻ ടു ദിസ് ഇമോഷണൽ സ്റ്റേറ്റ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, അതിനെ മിറർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആ ഒരു കുഞ്ഞു സമയത്ത് നമുക്ക് പറയാവുന്ന ആർക്കിൽ കൂടെ. ഇപ്പോൾ തുടക്കത്തിൽ ദ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ക്യാരക്ടർ റോസ് ദേഷ്യമാണ് ആദ്യം വരുന്നത്, ഡിനയൽ വരുന്നു, പിന്നെ അത് മൂവ് ഓൺ ടു ഷെയിം, എംബാരസ്മെൻറ്റ്, ഡിപ്രഷൻ, പിന്നെ ഒരു ചെറിയ പോയിന്റിൽ ഒരു ചെറിയ സർവൈവൽ. അങ്ങനെ ഒരു ചെറിയൊരു ഇമോഷണൽ ആർക്ക് മാത്രം പറയുന്ന ഒരു കഥയാണ്. ടിപ്പിക്കൽ ഒരു A to Z ക്ലോഷർ ഉള്ള ഒരു സ്റ്റൈലുള്ള ഒരു ഫിലിം സ്ക്രീൻ പ്ലേ അല്ല അതിൻ്റെ. ഇതൊരു സൈക്കോളജിക്കൽ ഡ്രാമ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പം നമുക്കതിന് ഉത്തരം കിട്ടിയാൽ നമ്മൾ ഒരു തരത്തിൽ റിലീവ്ഡ് ആണ്, ബാഡ് ആണെങ്കിൽ പോലും. പക്ഷെ ഉത്തരം കിട്ടാത്തൊരവസ്ഥ, കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ദിസ് വേ അല്ലെങ്കിൽ ദാറ്റ് വേ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഇത് രണ്ടും അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരാളുടെ ഒരു നിസ്സഹായാവസ്ഥ. അപ്പോൾ അതിനെ നമുക്ക് ഒരു ചാപ്റ്ററിൽ കൂടി, അപ്പോൾ അങ്ങനെ ഒരു തോട്ട് എൻ്റെ ബ്രദറുമായിട്ട് സംസാരിക്കുമ്പം പെട്ടെന്ന് ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് വന്നപ്പം അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ ഉണ്ടായ ഒരു ഫിലിമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്കത് കണക്ട് ആയി എന്നുള്ള റീസൺ ഇപ്പം പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം
നമുക്ക് അറിയണമെന്നുണ്ട് ശരിക്കും അയാളാണോ ഇത് ചെയ്തത്, അല്ലെങ്കിൽ അയാളിപ്പോൾ എവിടെയായിരിക്കും. പെട്ടെന്നൊരു എഴുതി വെച്ചിട്ട് അവർ വിട്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്തി കഴിയുമ്പോൾ നമുക്കൊരു ഇനി എന്തായിരിക്കും ശരിക്കും അതാരാണ് ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ എനിക്കും കിടക്കുന്നുണ്ട്. അത് ഇന്റൻഷനല്ല സുമേഷ്, കാരണം നമ്മളൊന്ന് ചിന്തിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾക്ക് ഇതൊരു ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് എംപതി ഇല്ലേ. നമ്മൾക്കും എല്ലാവർക്കും ഈ അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ആ ക്യാരക്ടറിനെ ഇന്റൻഷനലി നമ്മൾ സ്റ്റോറിയിൽ കാണിച്ചിട്ടുമില്ല. ഇല്ല, ഇന്റൻഷനൽ ആണ്, അത് ഇന്റൻഷനൽ ഒരു വേഗ് ഫോട്ടോ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് ഇന്റൻഷനാണ്, കാരണം സ്റ്റോറി അയാളെ കുറിച്ചല്ല, സ്റ്റോറി ആ സ്ത്രീയെ കുറിച്ചാണ്, അയാളുടെ ഭാര്യയെ കുറിച്ചാണ്, അയാൾക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ അയാൾ കാരണമാകപ്പെടുന്ന ഒരു സംഭവത്തിൽ ആ അനുഭവം ഉണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥ മാത്രം നമ്മൾ പറയുക എന്നുള്ളതാണ്. അപ്പം ആസ് എ ഹ്യൂമൻ ബീയിങ് I wanted the audience to connect to her helplessness. നമുക്ക് ആർക്കും ജീവിതത്തിൽ എപ്പോഴും ഒക്കെ വരാവുന്ന ഒരു അവസ്ഥ അതൊക്കെ. അപ്പം അതാണ് ഇന്റൻഷനലി ഇപ്പോൾ ആ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ഫ്രണ്ട് കാണുന്നത് ഇറ്റ്സ് എ വെരി ഹാപ്പി ഹോമാണ്. പക്ഷേ ഐറോണിക്കലാണ് അതിൻ്റെ എൻഡ്. ഷീ സീയിങ് എ സാഡ് ഹോം അറ്റ് ദ എൻഡ്. അപ്പം ഒരു ദിവസം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ തിരിച്ച് മാറി മറിയാം. അപ്പം അങ്ങനെ ഒരു മെസ്സേജിങ് ആണ്. അപ്പോൾ അത് ഇന്റൻഷനലാണ്. ഇതുപോലെ പലരും പറഞ്ഞു, ഇരുത്തി കുറച്ച് ചിന്തിപ്പിച്ചു. That was purely my intention. എനിക്ക് നിരാശ വന്നു, കാണിച്ചില്ലല്ലോ. ഇതിനൊരു ഫുൾ അതിന്റെ വിജയമാണ്. അതെ, താങ്ക് യു. മൂവിയുടെ വിജയമാണ് ശരിക്കും. എല്ലാവർക്കും അത് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. നമ്മളൊരു ഫിലിം ചെയ്തു കഴിഞ്ഞാൽ അത് ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഇതാണല്ലോ. വേൾപൂളിന് ആക്ച്വലി ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്ക്രിപ്റ്റ് ഫിലിമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. താങ്ക് യു. ചുഴിയിൽപ്പെട്ടു പോകുന്ന പോലെ തന്നെയാണ് ലൈഫ് ശരിക്കും. എനിക്ക് അതിനകത്ത് അതുപോലെ തന്നെ എനിക്ക് ഇമോഷണൽ ആവുകയാണ്. നമുക്കൊരു ഒരു ഒരു ഭാരം ഫീൽ ചെയ്ത ഒരു ഡയലോഗ്, ഒരു സീനുള്ളത് നമുക്കിപ്പോൾ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു പോയിന്റിൽ ഐ എം ഹംഗ്രി എന്ന് കൊച്ചു പറയുകയും മക്കൾക്ക് വിശന്നിരുന്ന് കഴിയുമ്പോൾ ഒരിക്കലും അമ്മ ചെയ്യില്ല, ഉടനെ തിരിച്ചു കൊണ്ട് അവർക്ക് ആഹാരം എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നത് വല്ലാത്തൊരു ഭാരമായിരുന്നു എനിക്ക് ആ കുറച്ച് സെക്കൻഡുകൾ എനിക്ക് കിട്ടിയത്. കാരണം എനിക്കും മക്കളുണ്ട്, നമുക്കത് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. പിള്ളേർ വന്ന് ഹംഗ്രി എന്ന് പറയുമ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിപ്പം എത്രാമത്തെ ഡ്രാഫ്റ്റാണ് ഈ സ്ക്രിപ്റ്റ് ശരിക്കും സിനിമയായത്? അങ്ങനെ ചോദിച്ചാൽ ഒരു 10-12 കാണും. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോസസ്സ് ആദ്യം ഒരു സ്കെലറ്റൺ അങ്ങ് ഉണ്ടാവും, പിന്നെ ഒരു സീൻസ് പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സ് ഒരു സാധനം വരാനായിട്ടാണ് നമുക്ക് ഉള്ളിൽ നിന്നൊരു ഭയങ്കര ഡീപ്പായിട്ടൊരു ഇഗ്നിഷൻ. അതെങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. വെൻ ഇറ്റ് ഹാപ്പൻസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മുടെ റിഫൈൻമെൻറ്റ് നമുക്ക് എങ്ങനെ ഈ ഡയലോഗ്സ് ബെറ്റർ ആക്കാം, സീൻസ് ബെറ്റർ ആക്കാം, അതിൻ്റെ ഫ്ലോ ബെറ്റർ ആക്കാം, അങ്ങനെയൊക്കെയാണ്. അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളും ഇനീഷ്യൽ ഒരു 3 ഡ്രാഫ്റ്റ്സിൽ ചെയ്യും. പിന്നെ റിഫൈൻ ചെയ്ത് മേ ബി എനിക്ക് തോന്നുന്നു ഒരു 12 അങ്ങനെ വല്ലതും ആയിരിക്കാം ഫൈനലായിട്ട് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിലോട്ട് ഞാൻ ചെയ്യാറുണ്ട്. അവിടെ ഒരു പ്രോസസ്സ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ ഞാൻ കുറച്ച് ആക്ടേഴ്സിന് ഒരു ഇംപ്രവൈസേഷൻ കൊടുക്കുന്ന ആളാണ്. കുറച്ച് അത് അവർ ഐ വാണ്ട് ദം ടു മേക്ക് ഇറ്റ് ഓൺ ദെയർ ഓൺ അവരുടെ. ഇപ്പം ഞാൻ ഈ ആക്ടിങ് കോഴ്സിൽ പഠിച്ചതും ഒരു ആക്ടർ സബ് കോൺഷ്യസ്ലി ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരതായിട്ട് അങ്ങ് ഡെലിവർ ചെയ്യും. അപ്പോൾ ചിലപ്പം 1-2 വേർഡ് ഇച്ചിരി മാറി വരാനും, അപ്പം ഞാൻ അങ്ങനെ തന്നെ ആ പറഞ്ഞ സീക്വൻസിൽ തന്നെ ഒരു 90% അങ്ങനെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ബട്ട് ഇഫ് ദേ യൂസ് എ ഡിഫറെൻറ്റ് വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് ഐ ചോസ്, ഐ വുഡ് അക്സെപ്റ്റ്. എന്നുവെച്ചാൽ അതിനൊരു എന്നാലും പരിമിതികൾക്കുള്ളിലുള്ളൊരു ഫ്രീഡം, മൊത്തത്തിലല്ല. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണമല്ലോ. പക്ഷേ ചെറുതായിട്ടൊരു വേർഡ് നമ്മൾ ഉദ്ദേശിച്ച സാധനം മാറിയിട്ട് വേറൊരു വാക്ക് പക്ഷേ സെയിം മീനിങ് പറഞ്ഞാലോ അങ്ങനെയൊക്കെ കുഴപ്പമില്ല. അങ്ങനെ അതുകൊണ്ട് നമ്മൾ സബ് ടൈറ്റിൽ വരുമ്പോൾ വേറൊരു എഡിറ്റ് ചെയ്യും. കാരണം ചെറിയ വേരിയേഷൻസ് അലോ ചെയ്യുന്നുണ്ട്. ഐ ലൈക്ക് ടു വർക്ക് വിത്ത് മൈ ആക്ടേഴ്സ്. അപ്പോൾ ആക്ടേഴ്സിൻ്റെ ഒരു ഇമ്പൾസും അവരുടെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പം അതിനെ ഒന്ന് എലിവേറ്റ് ചെയ്യണമല്ലോ. എല്ലാവരും അങ്ങനെയാണല്ലോ. ഓരോരുത്തരും വരുമ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവർ എക്സ്പെർട്ടീസ് വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച കഥേനെ ഒരു 1% അവരൊന്ന് എലിവേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫിലിം അത്രയും പവർഫുൾ ആകാൻ കാര്യവും ആൾക്കാരുടെ ഫീഡ്ബാക്ക് അവരുടെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മെയിൻ ക്യാരക്ടർ ചെയ്ത റെനെ പച്ചനറ്റി പുള്ളിക്കാരി നല്ല രസമായിട്ടാണ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഇവരുടെ ഒരു അവരെ എങ്ങനെയാണ് ഇതൊരു കാസ്റ്റിംഗ്. ഇപ്പം നമുക്കിവിടെ ഇപ്പം കണ്ടുവരുന്ന ഒരു മെത്തേഡ് നമ്മളൊരു കാസ്റ്റിംഗ് ഏജൻസി ഏൽപ്പിക്കുക, അങ്ങനെ ഏജൻസി നമുക്കിപ്പോൾ ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ ഏൽപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് പിന്നെയും ഒരു 50% നമുക്ക് കോമൺ ആയി വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ ടീം തന്നെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും മേജർ സിനിമകളിൽ നടക്കുന്നത്. അവിടുത്തെ ഒരു കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ കുറേ കൂടെ ഹോംലി അറ്റ്മോസ്ഫിയർ ഫിലിം എന്ന് പറയുമ്പോഴേ വെരി സ്മോൾ സർക്കിൾ, എല്ലാവരും അറിയാം. പിന്നെ അവിടെ നമ്മൾ ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആണ് കുറേ കൂടെ.
അപ്പം നമ്മളൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓഡിഷനിൽ നമ്മളിത് ആക്ച്വലി കോൾ ഔട്ട് വെച്ചപ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ 48 ആപ്ലിക്കൻസ് ആണ് റോസിൻ്റെ ക്യാരക്ടറിന് വന്നത്. പിന്നെ അതിൽ നിന്ന് നമ്മൾ എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 10 പേരെ എനിക്ക് അയച്ചിട്ട് അതിൽ നിന്ന് 5 പേരെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് ഫേസ് ടു ഫേസ് ഓഡിഷൻ വെച്ചത്. അപ്പം ഓഡിഷൻ വെച്ചപ്പം ഏറ്റവും കൂടുതൽ വർക്ക് ആയത് ഇതായിരുന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് കരയേണ്ട സീൻസ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഈ ആക്ടറിനൊക്കെ അത്, കാരണം ഇമോഷണലി ഒരു ഹെവിലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണല്ലോ റോള്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നിൽക്കത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓഡിഷന് ശേഷം കുറച്ച് ക്യാമറ ഷോട്ട്സും കുറച്ച് കാര്യങ്ങളും, അപ്പോൾ എനിക്കൊരു സീനിലൊരു റോക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ഈ മെയിൻ ലീഡ്. അപ്പം ഞാൻ എൻവിഷൻ ചെയ്തതിൽ ബിഗിനിങ്ങിൽ ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസിലും വരുമ്പം ഷീ നീഡ്സ് ടു മൂവ്. അപ്പോൾ അതൊരു ടെക്നിക്കൽ പ്രോസസ്സ് ഉണ്ട്, അവിടെ ഒരു ലൈൻ ഉണ്ട്. അതുകൂടാതെ ബിഗിനിങ്ങിൽ കണ്ണീര് പാടില്ല. ഷീ റോക്സ്, ടിയേഴ്സ് സ്ലോലി വരണം. ആ ടിയേഴ്സ് വന്നു കഴിയുമ്പോൾ ഷീ നീഡ്സ് ടു ഹോൾഡ് ദ ലൈൻ ഇൻ ഫോക്കസ്, എന്നിട്ട് കരയണം എന്നുള്ളത് ഇച്ചിരി ടെക്നിക്കലാണ്. അപ്പം ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു സീ, കാരണം നമുക്കൊരു കുറേ ഓപ്ഷൻസ് ചിന്തിക്കാമല്ലോ. അപ്പം ഞാനിങ്ങനെ റോസ് ഇവിടെ ഇരിക്കുവാണ്, റെനെ ഇങ്ങനെ ഇരിക്കുവാണ്, അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുവാണ്. ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഷീ സ്റ്റാർട്ടഡ് ടു റോൾ. ഞാൻ പറഞ്ഞു തീർന്നപ്പം ടിയേഴ്സ് വന്നു കഴിഞ്ഞു. സോ ദ വെരി വെരി പ്രൊഫഷണൽ. അപ്പം അത്രയും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവിടുത്തെ ആക്ടേഴ്സ്. ഇപ്പോൾ സെക്കൻഡ് ആക്ടർ അതിനകത്ത് ജോന്ന് പറഞ്ഞു ക്യാരക്ടർ ചെയ്തിരിക്കുന്നതും വളരെ ചെറിയ സ്ക്രീൻ സ്പേസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണല്ലോ ഇതിനകത്ത് സ്റ്റോറിയിൽ. അപ്പോൾ അപ്പോൾ എപ്പനിൻ ഫിൻമോഡ് ഗ്രീൻ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അപ്പം ഈ ഒരു ഷോട്ടിൽ, ക്ലൈമാക്സ് ഷോട്ടിൽ ഞാനിങ്ങനെ 1-2 ഓപ്ഷൻസ് പറഞ്ഞു വെച്ചു. കാരണം ഈ ടിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ആക്ടേഴ്സിന് ഇറ്റ്സ് എക്സോസ്റ്റിംഗ് ഫോർ ദം ഇമോഷണലി. അപ്പോൾ ഐ ട്രൈ ടു ടേക്ക് കെയർ ഓഫ് മൈ കാസ്റ്റ് ആൻഡ് ക്രൂ അങ്ങനെ. അപ്പോൾ 2 ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 ഷോട്ട് ഇങ്ങനെ പ്ലാൻ ഉണ്ട്, അപ്പം സീ ഹൗ വി ഗോ എന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് ടേക്കിൽ തന്നെ പുള്ളിക്കാരി വേണ്ടത് ശരിക്കും തന്നു, ടിയേഴ്സൊക്കെ വന്നു. ഐ വാസ് വെരി ഹാപ്പി. എന്നിട്ട് എൻ്റെ അടുത്ത് പിന്നെ കാര്യം വെച്ചാൽ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഷോട്ട് എടുക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് റോൾ ഗോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ബ്രേക്ക് ആകുമ്പോഴേ ദേ നോർമൽ, അവർ ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഗ്ലിസറിൻ ഇല്ല, ഒരു ആർട്ടിഫിഷ്യൽ സംഭവം ഇല്ല. എന്നിട്ട് സെക്കൻഡ് ടൈം നമ്മൾ ഷോട്ട് വെക്കുമ്പം എന്നോട് ചോദിക്കുന്നത് കുഞ്ഞു ടിയേഴ്സ് വേണോ വലിയ ടിയേഴ്സ് വേണോ, ഹോൾഡ് ചെയ്യണോ, അങ്ങനെ വരെയാണ് ചോദിക്കുന്നത്. അപ്പം ഇറ്റ് വാസ് സച്ച് എ സ്മൂത്ത് പ്രോസസ് ടു വർക്ക് വിത്ത് ദം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത് എടുക്കട്ടെ, ലെറ്റ് സീ വാട്ട് ഷീസ് ഗോണ ഗിവ് എന്ന് പറഞ്ഞ് എടുത്തപ്പം അമേസിങ്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തു തന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി ആക്ടേഴ്സിൻ്റെ പ്രോസസ്സിൽ. അതാണ് ഞാൻ കോഴ്സ് എടുക്കാൻ പോയത്. ഇവരെങ്ങനെ ഹൗ ഡു ദേ ഡു ഇറ്റ് എന്നൊക്കെ ഉള്ളത് അറിയാനും, അത് സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദം ബെറ്റർ. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സ് ആയിരുന്നു, ഡ്രാമ ആക്ടേഴ്സ് അങ്ങനെ പിന്നെ ഇവര് പ്രൊഫഷണലി ട്രെയിൻഡ് ആക്ടേഴ്സ് ആണ്. അവർ ഇതുപോലെ ഷോർട്ട് ഫിലിംസും അവിടുത്തെ ആഡ് കോൾസ് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബ്രാൻഡിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ മെയിൻ ആക്ടർ. അപ്പോൾ അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. അത് അവരൊരു വെരി പ്രൊഫഷണൽ സെറ്റപ്പ് ആയിരുന്നു ഹോൾ തിങ്. നമ്മുടെ ഇപ്പം ഷൂട്ട് നമ്മളിപ്പം 5 സെൻഡ് ദ കോൾ ഷീറ്റ് ഔട്ട് ഫോർ 8 o'clock. ദ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ അവിടെ 7:30 മുന്നേ ഉണ്ട്. വിത്ത് മേക്കപ്പും എല്ലാം റെഡിയാണ്. മേക്കപ്പ് നമ്മൾ സെറ്റിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അവരെ. അധികം മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ആ ഒരു സ്റ്റോറി ബേസിസിൽ. പിന്നീട് ഇപ്പം അവർക്ക് നമ്മൾ അവരുടെ നല്ലൊരു പ്രോസസ്സാണ്. കാരണം അവർ വന്ന് അവരുടെ എക്യുപ്മെൻറ്റിനുള്ള സ്പേസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഓർഡറിലെല്ലാം പ്ലേസ് ചെയ്തു. 5 minutes റെഡി, അവർ റെഡിയാണ്. അതുപോലെ പാക്കപ്പ് പറയുമ്പോഴും 5 minute കൊണ്ട് ഫുള്ള് എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. സോ അത് നല്ല നമ്മൾ പക്ഷെ അഡാപ്റ്റബിൾ ആണല്ലോ. നമ്മൾ ഈ കേരളൈറ്റ്സ് ഇന്ത്യൻസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും എന്തിനോട് നമ്മൾ അഡാപ്റ്റബിൾ ആണ്. പക്ഷേ ഇറ്റ് ഹെൽപ്സ് when your cast and crew are very much professional, dedicated. ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. ലൈക്ക് ഈ ടോണിന് ഇങ്ങനെ വന്നാൽ എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഐ ഡോണ്ട് ഫീൽ ഇറ്റ് റൈറ്റ് ഇൻസൈഡ്, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ആക്ടേഴ്സ് ഈവൻ സിനിമാറ്റോഗ്രാഫർ വരും. ലൈക്ക് അപ്പം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ദേ ഗെറ്റ് ഇറ്റ്, പറയും ഓൺ ദ ടൈം. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ വെച്ചിട്ട് ചെറിയൊരു ഇംപ്രൊവൈസേഷൻ, എനിക്കൊരു ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ. ഇപ്പം എൻ്റെ DOP സെയിം DOP ആണ് എൻ്റെ ഞാനിപ്പോൾ ചെയ്ത അടുത്ത ഒരു ഷോർട്ട് ഫിലിമിനും വർക്ക് ചെയ്തിരിക്കുന്നത്. പുള്ളി ഈസ് വെരി വിഷ്വലാണ് ക്ലേ. അപ്പോൾ ക്ലേക്ക് നമ്മൾ ഷോർട്ട് ലിസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വിഷ്വൽ റെഫറൻസ് കൂടെ ഞാൻ അയച്ചു കൊടുക്കും. സോ ദാറ്റ് ഹി സീസ് വാട്ട് ഐ എം സീയിങ്. അങ്ങനെ അപ്പോൾ എവരി വൺ ഈസ് ഡിഫറെൻറ്റ്. അപ്പം ഐ ജസ്റ്റ് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. എനിക്കൊരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ ക്യാൻ സോർട്ട് ഓഫ് ഡെലിവർ വാട്ട് ദേ നീഡ്. പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് എത്തും. സോ ചില സീൻസിൽ ഇപ്പോൾ ഈ ഫിലിം എടുക്കുമ്പം കുട്ടികളെ നോക്കി ആ ഒരു മെഡിസിൻ കഴിക്കുന്ന സീൻ പറഞ്ഞില്ലേ, അവിടെ വെച്ചിട്ട് വെൻ ഷി ആക്ച്വലി ഡിഡ് ദാറ്റ് പെർഫോമൻസ് എൻ്റെ കണ്ണിൽ കണ്ണുനീര് പോലെ വന്നു. കാരണം ഐ ഫെൽറ്റ് ഇറ്റ്.
അങ്ങനെ വന്ന് ഞാനിങ്ങനെ ക്ലേ നോക്കുമ്പോൾ ക്ലേയുടെ കണ്ണ് നിറഞ്ഞു സോ ദാറ്റ്സ് എ സോർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ദേ ഡു. അങ്ങനെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ ഒരു ഭയങ്കര സിംഗിളാണ്. സോ നെക്സ്റ്റ് ടൈം ഇപ്പോൾ ഈ ഫിലിമിനെ വിളിച്ചപ്പം ദേ വർ ഓൾ റെഡി ടു ഡു. ഇത് എത്ര ചേച്ചി കുറേ വെറുതെ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. അതിപ്പോ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ is the best. Oxygen, the digital expert.